ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിൽ ഇന്നത്തെ തെരച്ചിൽ തുടങ്ങിയപ്പോൾ നേവി ഉൾപ്പെടെയുള്ളവരുടെ സഹായമാണ് എടുക്കുന്നത്. കഴിഞ്ഞ ദിവസം തെരച്ചിലിൽ ഒന്നും കണ്ടെത്തിയിരുന്നില്ല. ഷിരൂർ ബേസ് ക്യാമ്പിൽ നിന്ന് ശ്രീകാന്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈശ്വർ മാൽപ്പെ സംഘം അവർ ക്യാമ്പ് ചെയ്യുന്ന ബേസ് ക്യാമ്പിന് തൊട്ടുമുന്നിലാണ്. ഈ ബേസ് ക്യാമ്പിൽ നിന്നുകൊണ്ടാണ് ഈശ്വർ മാൽപ്പെ സംഘം ഇപ്പോൾ ഈ നദിയിലേക്ക് ഇറങ്ങാൻ പോകുന്നത്. അവരുടെ നേതൃത്വത്തിൽ തിരച്ചിൽ ഇപ്പോൾ ആരംഭിക്കാൻ പോവുകയാണ്. നിലവിൽ നമുക്ക് ഏക പ്രതീക്ഷ നൽകുന്നത് ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള ഈ സംഘത്തിന്റെ പരിശോധന മാത്രമാണ്. അവരാണിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവരവരുടെ തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. അല്പസമയത്തിനകം ഈ നദിയിലേക്ക് അവർ ഇറങ്ങി ആഴത്തിൽ തിരച്ചിൽ നടത്തുകയും ചെയ്യും. നിലവിൽ ഈ ദൃശ്യങ്ങൾ നോക്കൂ. ഇത്രയും ദിവസമായിട്ടും കാര്യമായി യാതൊന്നും തന്നെ ചെയ്യുന്നതിനോ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും കണ്ടെത്തൽ നടത്തുന്നതിനോ സാധിച്ചിരുന്നില്ല. ഇന്ന് ഈ കർണാടകം നിലവിലിപ്പോൾ ഈ തെരച്ചിൽ അതിന്റെ അവസാന ഘട്ടത്തോട് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവസാനവട്ടം എന്ന നിലയിൽ ഈശ്വർ മാൽപ്പെ ഒരു പരീക്ഷണം കൂടി നടത്തുകയാണ്. ഈ ഗംഗാവാലി നദിയുടെ അടിത്തട്ടിലേക്ക് അദ്ദേഹം ഇറങ്ങും. ഏതെങ്കിലും തരത്തിൽ ലോറിയുടെയോ മറ്റോ ലോഹവസ്തുക്കളോ എന്തെങ്കിലും കണ്ടെത്താൻ സാധിക്കുമോ എന്നുള്ള ഒരു പരീക്ഷണം അദ്ദേഹം നടത്തുകയാണ്. നേരത്തെ യോഗം ചേർന്നിരുന്നു ഈ സ്ഥലത്ത്. യോഗം ചേർന്നപ്പോൾ ഈ ദുരന്ത സ്ഥലത്ത് യോഗം ചേർന്നിരുന്നു. അപ്പോൾ കേരളം ഈ ദൗത്യം നിർത്തരുത്, കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് കർണാടകത്തോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ കുത്തൊഴുക്കുള്ള നദിയാണ്. നേരത്തെ എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് നമുക്കറിയില്ലായിരുന്നു. ഇപ്പോഴാണ് നമുക്ക് ഈ ബേസ് ക്യാമ്പിലേക്ക് എത്താൻ കഴിഞ്ഞത്. ഈ നദി ഇത്ര അടുത്ത് നിന്ന് കാണാൻ സാധിച്ചത്. അഭിലാഷ്, ആ നദി ഒന്ന് കാണിക്കൂ അഭിലാഷ്. ഈ കാണുന്ന നദി കുത്തി ഒഴുകുകയാണ്, ഗംഗാവാലി നദി. നേരത്തെ നേവിയുടെ ഒരു ബോട്ട് ഒഴുക്കിൽപ്പെട്ട് പോകുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് വളരെ പണിപ്പെട്ടാണ് അവർ തിരിച്ചു കയറിയത്. അത്രയധികം കുത്തൊഴുക്കുണ്ട്. ഇത്ര അടുത്ത് നിന്ന് ഈ ഗംഗാവാലി നദിയുടെ ഒഴുക്ക് നമുക്ക് ഇത് ആദ്യമായാണ് കാണാൻ സാധിക്കുന്നത്. നമ്മൾ യൂട്യൂബിലൊക്കെ തന്നെ നമ്മുടെ പ്രേക്ഷകർ ഒട്ടനവധി കമന്റുകൾ ഇട്ടിരുന്നു. അത്ര വലിയ ഒഴുക്കാണോ, ഇറങ്ങിക്കൂടെ എന്നൊക്കെ ചോദിച്ചിരുന്നു. പക്ഷെ അതിനുള്ള മറുപടിയാണ് ഈ കാണുന്ന കുത്തൊഴുക്ക്. ഇതാ ഇറങ്ങാൻ പോവുകയാണ് അദ്ദേഹം. ഇനി അദ്ദേഹത്തിന്റെ കയ്യിലാണ്, മാൽപ്പയുടെ കയ്യിലാണ്. തിരച്ചിൽ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാകുമോ എന്നുള്ള കാര്യം കാത്തിരുന്നു കാണാം. ഷിരൂരിൽ നിന്നും അഭിലാഷ് പള്ളിക്കരയ്ക്കൊപ്പം എസ് ശ്രീകാന്ത്, 24. ശ്രീകാന്ത് തന്നെ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശ്രീകാന്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ തന്നെ കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാകുന്നു. പുഴയിലെ അടിയൊഴുക്ക് ഇപ്പോഴും ശക്തമായി തന്നെ തുടരുന്നു. നേരത്തെ ശ്രീകാന്ത് പറഞ്ഞതുപോലെ നേവിയുടെ ഈ തെരച്ചിലിനായി വന്നിട്ടുള്ള ചില ബോട്ടുകളൊക്കെ തന്നെ ഏതെങ്കിലും രീതിയിലുള്ള ചെറിയ തകരാറ് വന്നാൽ പോലും കൈവിട്ടു പോകുന്ന അത്രയും വലിയ വെല്ലുവിളിയാണ് അവിടെ അവർ നേരിടുന്നത്. അതുകൊണ്ട് തന്നെ യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയുള്ള റിപ്പോർട്ടിംഗ് തന്നെയാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതും. ശ്രീകാന്ത്, ഇപ്പോൾ ഈ തെരച്ചിൽ വീണ്ടും തുടങ്ങി എന്നുള്ള വിവരം ലഭിക്കുമ്പോൾ അത് ഏത് രീതിയിലാണ് അവർ തെരച്ചിൽ നടത്തുന്നത്? ഒരാൾ മാത്രം ഇറങ്ങി ആഴത്തിലേക്ക് ഇറങ്ങാനുള്ള, അല്ലെങ്കിൽ അതിനു മുൻപ് ഒരു പരിശോധന മാത്രമാണോ ഇപ്പോൾ നടക്കുന്നത്? എന്താണ് വിവരങ്ങൾ? ഇന്നിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പരിശോധന ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിൽ അവർ ചെയ്യുന്നത്, ഇന്നലെ മാർക്ക് ചെയ്ത് വെച്ച 3 പോയിന്റുകളുണ്ട്. അതിൽ CP4 അടങ്ങുന്ന പ്രധാനപ്പെട്ട പോയിന്റുകളാണ് അത്. അവിടെ ഇറങ്ങി പരിശോധന നടത്തുകയാണ് അവരിപ്പോൾ ചെയ്യുന്നതും. നിലവിൽ ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും, NDRFന്റെ ആ ഓറഞ്ച് കളറിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചത് NDRFന്റെ ടീം, അതിൽ ഒരു നീല കളറിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചത് നേവി, പച്ച നിറത്തിലുള്ളത് ധരിച്ചത് SDRF, അതോടൊപ്പം കട്ടിയുള്ള കറുപ്പിൽ വസ്ത്രങ്ങൾ, ഡൈവിംഗ് വസ്ത്രങ്ങൾ ധരിച്ചു നിൽക്കുന്നത് ഈശ്വർ മാൽപ്പെ, പിന്നെ അദ്ദേഹത്തിന്റെ ടീമുമുണ്ട്. അങ്ങനെ വലിയൊരു ടീമാണ് ഇപ്പോൾ ഈ നദിയിലേക്ക് ഇറങ്ങി നിൽക്കുന്നത്. മത്സ്യബന്ധന ബോട്ടുകൾ കൊണ്ടുവന്നത് മാൽപ്പെ ടീമാണ്, അത് അവരുടെ തന്നെയാണ്. ഒപ്പം അവരുടെ കയ്യിൽ വലിയ കല്ലൻ മുളകളുണ്ട്. ഈ കല്ലൻ മുളകൾ ഉപയോഗിച്ച് മാൽപ്പയ്ക്ക് വലിയ പോള് പോലെ ഈ നദിയിൽ കുത്തി നിർത്തി അടിയിലേക്ക് ഊളിയിട്ടിറങ്ങാൻ അവസരമുണ്ടാക്കി കൊടുക്കുകയാണ്. ഈ മുള എങ്ങോട്ടെങ്കിലും നീങ്ങാതിരിക്കാൻ വേണ്ടിയാണ് ബോട്ട് അടുപ്പിച്ച് നിർത്തി, മത്സ്യബന്ധന ബോട്ട് അടുത്ത് നിർത്തി ഈ മുളകൾ നേരെ കുത്തനെ തന്നെ നിർത്താൻ അവർ ശ്രമിക്കുകയും ചെയ്യുന്നത്. മാൽപ്പയ്ക്ക് പരമാവധി അടിയിലേക്ക് പോകാൻ സാധിക്കുമോ എന്നുള്ളതാണ് അതിൽ നിന്നും പരിശോധിക്കുന്നത്. പക്ഷേ ഈ നിമിഷം വരെ മാൽപ്പയ്ക്ക് ഒരു പരിധിക്കപ്പുറത്തേക്ക് അടിയിലേക്ക് പോകാനോ മാൽപ്പയ്ക്ക് ഈ ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്താനോ സാധിച്ചിട്ടില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്നത്, ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിന് അതിന് സാധിക്കട്ടെ എന്നാണ്. ആ ലോറി അടക്കം വീണ്ടെടുക്കാൻ സാധിക്കട്ടെ, ഇത്ര നാളത്തെ പ്രയത്നത്തിന് എന്തെങ്കിലും ഒരു ഫലം ഉണ്ടാകട്ടെ എന്നാണ് നമ്മൾ കരുതുന്നത്. ബോട്ടിൽ നിന്നും അദ്ദേഹം ഇറങ്ങുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ചങ്കുറപ്പ് പറയാതിരിക്കാനാകില്ല. കുത്തൊഴുക്ക് ഉള്ള പുഴയാണ്.
എന്നിട്ടും അദ്ദേഹം ഇറങ്ങാൻ തന്നെ തയ്യാറായി. ഇപ്പോഴും ഒരു ഇത്തിരി മഴ മാറി നിൽപ്പുണ്ട്. രാവിലെ നല്ല മഴയായിരുന്നു. വൃത്തികെട്ട കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ സ്മിത ഒട്ടും കുറഞ്ഞു പോകില്ല. അത്രയേറെ മോശം കാലാവസ്ഥ. 5 മിനിറ്റ് കൂടുമ്പോൾ പൊരിവെയിലായിരിക്കും. സ്വിച്ച് ഇട്ടതുപോലെ മഴ വരും, കൊടും കാറ്റടിക്കും. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇപ്പോൾ മഴ മാറി നിൽപ്പുണ്ട്. ഇതവർക്ക് കുറച്ച് സഹായകരമാണ്. ഇതിങ്ങനെ ഒരു വൈകുന്നേരം വരെ നിന്നാൽ മാൽപ്പെ അദ്ദേഹത്തിന്റെ പരിപൂർണമായ ശ്രമം നടത്തും എന്ന കാര്യത്തിൽ ശരി സംശയം ശ്രീകാന്ത്, വേണ്ട. ദൃശ്യങ്ങൾ തന്നെ കൃത്യമായി കാര്യങ്ങൾ പറയുന്നുണ്ട്. ആശങ്കയുടെ നിമിഷങ്ങളാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഈശ്വർ മാൽപ്പെ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ, നദിക്ക് ഉള്ളിലെ ആഴത്തിലേക്ക് ഇറങ്ങാനുള്ള പരിശോധനകൾ, അതിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം തന്നെ നടത്തുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളും വിവരങ്ങളുമാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.